ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. കുങ്ഫു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വിക്ക് ആയിട്ടുള്ള മൂവ്മെന്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ മൂവ്മെന്റുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല സ്പീഡും അതുപോലെ സ്ട്രെങ്ത്തും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ കൈയും കാലിലൊക്കെ നമുക്ക് സ്പീഡും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മൂവ്മെന്റുകൾ ക്വിക്ക് ആക്കുന്നത് കൂടുതൽ നമ്മുടെ കോർ മസിലിന്റെ ഒരു സ്ട്രെങ്ത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കോർ മസിലിന്റെ സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ നടുവിന്റെ ബലത്തിനുള്ള 2 വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൂവ്മെന്റ് നോക്കാം. ഇത് നമുക്ക് 2 സ്റ്റേജ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക, കൈകൾ 2 വശത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ലെഗ്, ഒരു കാല് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ഒരു കൈയിന്റെ സൈഡിലേക്ക് ആ ലെഗ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊണ്ടുവരുവാണ്. അപ്പ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു കൈയിന്റെ പൊസിഷനിലേക്ക് ആ കാലിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് ആദ്യം നോക്കാം. ഇവിടുന്ന് ഇപ്പം ഇത് ലെഫ്റ്റ് സൈഡിലെ കൈ ആണെങ്കിൽ റൈറ്റ് ലെഗ് എടുക്കുക. റൈറ്റ് ലെഗ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ഈ കൈയിലേക്കൊന്ന് ടച്ച് ചെയ്യുക. ആ സമയത്ത് ഇപ്പുറത്തെ കൈ ഇവിടുന്ന് ഉയർന്നു പോവാതെ ശ്രദ്ധിക്കുക. തിരിച്ച് ഇവിടേക്ക് പോവുക. അതിനുശേഷം അടുത്ത ലെഗ് എടുക്കുക, ഈ കൈയിലേക്കൊന്ന് ടച്ച് ചെയ്യുക, തിരിച്ചിവിടെ പോവുക. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ആദ്യത്തെ ഒരു സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ടെക്നിക്ക് സാവധാനം ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരല്പം കൂടി സ്പീഡ് കൂട്ടി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു മൂവ്മെന്റ് കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഇതുപോലെ ആ മൂവ്മെന്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റേജ് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജിൽ വരാം. ഇത് രണ്ടാമത്തെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ ഇതൊരു പുഷപ്സിന്റെ പൊസിഷനിലൊക്കെ വരുന്നത്. നമ്മൾ കൈ ഇതുപോലെ അല്ല വെക്കുന്നത്, നമ്മൾ പുഷപ്സ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കാണ് ഇത് വരുന്നത്. അപ്പൊ ആ ഒരു മൂവ്മെന്റ് കൂടെ നമുക്ക് നോക്കാം. ഇതുപോലെ പുഷപ്സിന്റെ പൊസിഷനിലേക്ക് വരാം. ഇനി ഇവിടുന്ന് ബോഡി ഫ്ലോറിൽ ടച്ച് ആവാതെ ഇതുപോലെ ഡൗൺ ചെയ്യാം. ഫ്ലോറിൽ ടച്ച് ചെയ്യേണ്ട, ഈ ഒരു ഹൈറ്റിൽ ഡൗൺ ചെയ്ത് നോക്കാം. ഈ മൂവ്മെന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കൈവച്ചിരുന്ന ഒരു പൊസിഷനിലേക്ക് ലെഗിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അടുത്ത മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഈ മൂവ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കൈകൾ ഫോൾഡ് ചെയ്ത് വെച്ച പൊസിഷനിലാണ്. പുഷപ്പിന്റെ ഇതിൽ നമ്മൾ ഡൗൺ ചെയ്ത് നിന്നുകൊണ്ടാണ് ചെയ്തത്. ഇനി ഇത് പുഷപ്സിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു മാറ്റം കൂടി നമുക്ക് നോക്കാം. പുഷപ്സിലേക്ക് നമ്മൾ ബോഡി ഡൗൺ ചെയ്യുന്ന സമയത്താണ് ലെഗിന്റെ പൊസിഷൻ വരുന്നത്. അത് നമുക്ക് രണ്ടാമത്തെ ഒരു മൂവ്മെന്റ് നോക്കാം. ഇതും നമുക്കൊരു 2 സ്റ്റേജ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് ലെഗ് ഇതുപോലെ ഒന്ന് മുട്ട് വളയാതെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. കൈകൾ ഇതുപോലെ 2 വശത്തായിട്ട് ഇതുപോലെ വെക്കുക. പിന്നെ ഇവിടെ ചെയ്യുന്നത് നമ്മൾ താഴേക്ക് ബാക്കിലേക്ക് ജസ്റ്റ് കിടക്കുന്ന സമയത്ത് ലെഗ് രണ്ടും റേസ് ചെയ്തിട്ട് ലെഗിന്റെ ഹെഡിന്റെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് താഴെ ഒന്നൊന്ന് ടച്ച് ചെയ്യുന്നു. ആ ടച്ച് ചെയ്ത സ്ഥലത്ത് നിന്ന് സൈഡിലേക്ക് ഒന്ന് ലെഗ് അതുപോലെ തന്നെ താഴെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ആദ്യം ചെയ്തത്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം ഇതുപോലെ ഡൗൺ ചെയ്യുന്നു, കൈകൾ ഇവിടെ തന്നെ വെക്കുന്നു, ഈ ഒരു പൊസിഷനിൽ തന്നെ കൈകൾ വെക്കുന്നു, ലെഗ് ഒരുമിച്ച് റൈസ് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു. ഈ ടച്ച് ചെയ്ത പൊസിഷനിൽ നിന്ന് ലെഗ് ഇതുപോലെ 2 സൈഡിലേക്കും ടച്ച് ആക്കിക്കൊണ്ട് തന്നെ വൈഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഈ ഒരു പൊസിഷൻ ആദ്യം ചെയ്യുക. അപ്പൊ ആദ്യം ഈ ഒരു സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ഇതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ കിടക്കുക. നമ്മൾ ലെഗ് ഇവിടെ ടച്ച് ചെയ്ത പൊസിഷനിൽ നിന്ന് ലെഗ് റൈസ് ചെയ്യാതെ താഴെ ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ വൈഡ് ചെയ്യേണ്ടത്. തിരിച്ചു വരിക. തിരിച്ചു വരുന്ന സമയത്ത്
കൈകളിലേക്ക് ബോഡി വെയിറ്റ് കൊടുക്കുക. ബോഡി വെയിറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ സീറ്റ് ഒന്ന് ഉയർത്തുക. സീറ്റ് ഉയർത്തുന്ന സമയത്ത് നമ്മൾ ലെഗിനെ ഉള്ളിലേക്ക് ഒന്ന് വലിച്ചുകൊണ്ടാണ് സീറ്റ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൊമെന്റ് കൂടി ഇതിനോടൊപ്പം ചെയ്യുക. നമ്മൾ ഈ വരുന്ന സമയത്ത് കൈകൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സീറ്റ് ഒന്ന് ഉയർത്തുക. അതോടൊപ്പം ലെഗിനെ ഒന്ന് ഉള്ളിലേക്ക് ക്ലോസ് ചെയ്യുക. സീറ്റ് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുക. തിരിച്ച് താഴേക്ക് വരിക. വീണ്ടും ബാക്ക് പോവുക. ടച്ച് വൈഡ് ടച്ച് തിരിച്ചു വരിക. ക്ലോസ് ചെയ്യുക. വീണ്ടും താഴേക്ക് ഇരിക്കുക. ടച്ച് വൈഡ് ക്ലോസ് അപ്പ് ഡൗൺ. ഈ ഒരു മൊമെന്റ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.